നമ്മുടെ പുതിയ തലമുറയെ നമ്മളെ കൃഷിക്കായി ഉണർത്തണം. ഒരു നാടും വിട്ടു പോകണ്ട. ഈ നാട് വിട്ടു പോകുന്നവരൊന്നും സൂഹിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അവിടെ പോയിട്ട് ഇതുപോലുള്ള തോട്ടത്തിലൊക്കെ കയറി പണിയാണ് ചെയ്യുന്നത്. ഓറഞ്ച് പറിക്കലും ആപ്പിൾ പറിക്കലും. സ്വന്തം നാട്ടിൽ കൃഷി ചെയ്ത് നമ്മുടേതാണെന്നും പറഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള തലമുറയെങ്കിലും ഇതിൻ്റെ അകത്ത് വരുന്നതെന്നു വെച്ചാൽ കൃഷി ഓഫീസർമാർ, ഞാൻ വീണ്ടും പറയുക, അവരാണ് ഇതിൻ്റെ അകത്ത് ഉത്സാഹിക്കേണ്ടത്. അവരെ ഈ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് ഇതെല്ലാം ഒന്ന് പഠിപ്പീര്. അതേ അവന്മാർ കൃഷി എന്താണെന്നൊന്ന് പഠിക്കട്ടെ. ഓക്കെ. നമ്മുടെ നാട്ടിൽ കാണാത്തതും നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടാത്തതുമായ മിഷനറിയാണ് ഈ കാണുന്നത്, ട്രാക്ടർ. നമ്മളവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ എണ്ണമൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നത് കാണാം. സത്യത്തിൽ നമ്മുടെ കേരളത്തിൽ എന്താണ് വേണ്ടിയത്? 60 വയസ്സ് കഴിഞ്ഞ് റിട്ടയർഡായ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പം ഓരോ ഗ്രൂപ്പുകളിൽ കയറി സത്യത്തിൽ അവർക്ക് അതിൻ്റെ അകത്ത് 2 വർത്തമാനം പോലും പറയാൻ അറിയാതെ അത് ഞോണ്ടിപ്പിടിച്ച് നമ്മുടെ നാട്ടിലിരിപ്പുണ്ട്. നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാൽ കൃഷിക്ക് ആവശ്യമായ ഒരുപാട് മിഷനറി നമ്മൾ കണ്ടിട്ടില്ല. അതുപോലുള്ള മിഷൻ ഐറ്റംസൊക്കെ കാണാം. എനിക്ക് പോലും എന്നുവെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല, അതുകൊണ്ട് വേല ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പം ഇതൊക്കെ പറമ്പിൽ കിടക്കുന്ന കാണുമ്പോൾ, ഇവിടുത്തെ ഏക്കർ കണക്കിനുള്ള പുരയിടങ്ങളിൽ കിടക്കുമ്പോൾ ഇതെന്താ ഇതിൻ്റെ ഉപയോഗം എന്ന് പോലും അറിയാൻ മേലാതെ പകച്ച് നിൽക്കാറുണ്ട്. ഇതൊന്ന് വർക്ക് ചെയ്തിരുന്നെങ്കിൽ കാണാമായിരുന്നത് എന്തൊക്കെ പരിപാടിയാണെന്നറിയാം. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, പുരയിടമുള്ളവർ, ഏക്കർ കണക്കിന് പുരയിടമുള്ളവർ കൃഷി ചെയ്യാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വരണം. അല്ലെങ്കിൽ അത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ പുരയിടം കൊടുക്കണം. ഇതൊക്കെ ഇവിടുത്തെ തമിഴ്നാട് സർക്കാർ 90% സബ്സിഡിയിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കും നമ്മുടെ നാട്ടിൽ എങ്ങനെ നമ്മൾ ചെയ്യുമെന്ന്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ചെയ്യത്തക്ക രീതി നമ്മളെ സർക്കാരിനെ ആക്കിയെടുക്കണം. ജനങ്ങളാണ് ഒരു നാടിൻ്റെ ശക്തി. അവരെ ഒന്നിച്ച് നിന്ന് പറയണം, ഞങ്ങൾക്കിങ്ങനെയുള്ള തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര മാതിരിയൊക്കെ ഞങ്ങളുടെ നാട്ടിലും കൃഷി ചെയ്യാൻ യോഗ്യമായ രീതിയിൽ കരണ്ടും വെള്ളവും ഇതുപോലെയുള്ള മിഷനറികളുമൊക്കെ ഞങ്ങൾക്ക് തരാൻ നമ്മുടെ കേരളത്തിലുള്ള സർക്കാരിനോട് പറയണം. അവർ അത് ചെയ്തു തരാത്തത് നമ്മൾ ചെയ്യാൻ ആകാത്തതുകൊണ്ടാണ്. നമ്മളത് ചെയ്യാൻ തയ്യാറായാൽ നമ്മുടെ സർക്കാർ തരും, അല്ലെങ്കിൽ തെരിയിക്കണം. ആ ഒരു രീതിയിലോട്ടായിരിക്കണം ഇനിയുള്ള ഇലക്ഷനും കാര്യങ്ങളുമൊക്കെ. പിടിച്ചു വാങ്ങണം ഇവന്മാരുടെ കയ്യിൽ നിന്ന്, അല്ലാതെ ഇവന്മാർ തരത്തില്ല. ഇവന്മാർ സുഖിച്ച് അടിച്ചു പൊളിച്ച് നമ്മുടെ വോട്ടും മേടിച്ച് ഇങ്ങനെ നടക്കുകയല്ലാതെ നമുക്കിവരൊന്നും ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് ചോദിച്ചാൽ, ഇവരുടെ കയ്യിൽ നിന്ന് നമ്മുടെ അവകാശങ്ങൾ പിടിച്ചു വാങ്ങണം. ഓക്കെ, ഇനിയും ഒരു വഴിയോരക്കാഴ്ചയുമായി നമുക്ക് കാണാം. നെല്ല് മാത്രം കൃഷി ചെയ്ത് അറിയാവുന്ന നമ്മൾ, അല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്നത് നെല്ലാണ്. ഇത് കണ്ടോ, ഇതെന്നാണെന്നറിയോ? ഇതാണ് റാഹി, പഞ്ഞിപ്പുല്ലെന്നൊക്കെ പറയും. ഈ സാധനം കണ്ടോ? ഇത് നല്ല സൂപ്പറായിട്ട് ഇതിനെ ഇതുപോലെ അങ്ങ് ഉണങ്ങി കഴിയുമ്പോൾ ഇവരിത് വിളവെടുക്കും. ഇത് പിന്നെ പറയണ്ടല്ലോ എന്താണെന്നുള്ളത്. കണ്ടോ, ഇതൊന്നും വലിയ പുഞ്ചപ്പാടങ്ങളല്ല, എല്ലാം കരയാണ്. കരയിലാണ് ഇവരിത് കൃഷി ചെയ്യുന്നത്. ഇതിൻ്റെ അപ്പുറത്തായിട്ട് ആ കാണുന്നതൊക്കെ ചോളമാണ്. അങ്ങനെ എന്താ ഈ ഒരു ഇവിടെ ഇല്ലാത്തതായിട്ട് ഒരൈറ്റവും ഇല്ല, ഒരൈറ്റവും ഇവിടെ ഇല്ലാതായിട്ടില്ല. അതായത് ബൈബിളിൽ പറയുന്ന കണക്ക് കനാൻ ദേശം എന്ന് പറയും. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കഴിഞ്ഞാൽ ഓരോരോ ഐറ്റങ്ങളാണ്. ഇവിടെ ഇവരെല്ലാം സഹകരിച്ച് അവർക്ക് ആവശ്യമുള്ളതൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലും പറയുന്നുണ്ട്, എന്തായാലും വേണമെങ്കിൽ പറിച്ചുകൊണ്ട് പോക്കോളാൻ. അതുകൊണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്ത് മാന്തോപ്പാണ്. അതിങ്ങനെ പൂത്ത് ഒലഞ്ഞ് പഴുത്ത് കിടക്കുകയാണ്. ഇഷ്ടം പോലെ മാങ്ങായ. ഇവിടെ ഇത് മാത്രമല്ല, 20 ഐറ്റം മാങ്ങകളുണ്ട്. എല്ലാത്തിൻ്റെയും വിളവെടുപ്പ് ഒരുപോലെ ആയതുകൊണ്ട് ഇവർക്ക് മാർക്കറ്റിൽ വില കിട്ടുന്നില്ല. ഇതൊക്കെ നമ്മുടെ അവിടെ വന്നാൽ നല്ല വിലയാണ്. അതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ
പറിക്കാതൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുക കണ്ടോ. അപ്പോൾ വിളവ് കൂടിയാലും വിഷയമാണ്. അപ്പോൾ ഇത് സെയിം നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ് ഈ തമിഴ്നാട്ടിലും. നമ്മുടെ അവിടെ ഇതൊക്കെ ചെയ്തെടുക്കാം, പക്ഷേ നമ്മുടെ മടി മാറ്റണം. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കാനായിട്ട് ഇറങ്ങണം. ആളെ കൂലിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കൂലിയുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ പറ്റത്തില്ല. പിന്നെ ഇതൊക്കെ ഒറ്റയിട് കൃഷി ചെയ്താൽ പോരെ, ഈ മാവൊക്കെ ഒറ്റയിട് നട്ടാൽ മതി. പിന്നെ അതിൽ നിന്ന് നമുക്കിങ്ങനെ എല്ലാ വർഷത്തിലും ഇങ്ങനെ ഫലം വന്നുകൊണ്ടേയിരിക്കും. വെള്ളം കൊടുക്കണം കേട്ടോ. നമ്മുടെ അവിടെ ഉള്ള കൃഷിക്കാർ വെള്ളം ഈ കൃഷിക്ക് സപ്ലൈ ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവിടെ കൃഷി നശിക്കുന്നത്. കുറേ ഉണക്ക് വന്ന് എല്ലാം ഉണങ്ങിപ്പോയെന്ന് പറയും. ഉണക്ക് വന്ന് ഉണങ്ങുന്നതല്ല, നമ്മൾ ഇതിൻ്റെ ഇടയിൽ വെള്ളം നല്ല ശരിക്കും കൊടുക്കണം.